ഉത്തർപ്രദേശ് സ്വദേശിയായ മൊണാലിസയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇപ്പോൾ പട്ടികജാതി കമ്മീഷൻ, അതുപോലെ തന്നെ മധ്യപ്രദേശ് സർക്കാർ ഇവരൊക്കെ കണ്ടെത്തിയത് ഈ വിവാഹത്തിനായി സമർപ്പിച്ച രേഖകളിൽ ഒരുപാട് കൃത്രിമം ഉണ്ടെന്നാണ്. അപ്പോൾ കേരള പോലീസ് വല്ലാതെ പെട്ടിരിക്കുകയാണ്. ഇനി അന്വേഷണത്തിന് മധ്യപ്രദേശിലേക്ക് പോകണം. ഇവിടെ ഈ വിവാഹം നടത്തി കൊടുത്തത് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി, MP ആയിട്ടുള്ള A റഹീം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇവരൊക്കെ ചേർന്നാണ്. ഇതിനുശേഷം ഇത് വിവാദമായപ്പോൾ പറയുന്നത് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അപ്പം വിവാഹപ്രായമാകാത്ത ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചാൽ ഇത് പോക്സോ നിയമത്തിൻ്റെ പരിധിയിലും വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നാടകം കളിച്ച CPMന് വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു സംഭവമായിട്ട് കണക്കാക്കാവും ഇതിനെ. തീർച്ചയായിട്ടും CPMന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ വളരെ താല്പര്യമാണ്. പണ്ട് നമ്മൾ കണ്ടായിരുന്നു ശബരിമലയിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി. പക്ഷേ 19 സീറ്റ് പോയി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയ പോലെ അവർ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈയിടെ ഈ ഇലക്ഷന് മുമ്പ് നടന്നൊരു സംഭവം, നമ്മുടെ മോണാലിസ UP-കാരത്തി, ആ കുട്ടി പ്രയാഗ്രാജ് കുംഭമേളയിൽ പങ്കെടുത്തു. അവിടെ എന്തോ കച്ചവടമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ആ രീതിയിൽ പെട്ടെന്ന് ഫേമസ് ആയി വൈറൽ ആയി മാറിയൊരു കുട്ടിയാണ്. അവൾ ഏതോ സിനിമയിലൊക്കെയും അതിനുശേഷം അഭിനയിച്ചു. പിന്നീട് അവൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടാണ് വിവാഹം കഴിച്ചത്. ആ വിവാഹം കഴിക്കാനുള്ള കാരണം, ഇവിടെ വന്ന് വിവാഹം കഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വെച്ച് വിവാഹം നടത്താൻ പറ്റില്ലായിരുന്നു. ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ പ്രശ്നം എന്ന് ചിലർ പറയുന്നുണ്ട്, മറ്റേ ചിലർ പറയുന്നത് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് കല്യാണം നടത്തി. പിന്നെ ഈ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ആ കുട്ടിയുടെ ഫാദർ ജയസിംഗ് ഭോസ്ലെ എന്ന് പറയുന്ന ആൾ കരഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, നിങ്ങളുടെ മോളാണ് ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ, മറ്റൊരു ജാതിക്കാരനെ കൊണ്ട് കെട്ടിക്കുന്നു, ഇത്രയും ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ വലിയ മഹാത്മാക്കളാണ്. MV ഗോവിന്ദൻ, A റഹീം, ശിവൻകുട്ടി മുതലായ എല്ലാ പ്രഗത്ഭമതികളും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ആ സമയത്ത് ആ വിവാഹം വലിയ വിജയമായിട്ട് ദേശാഭിമാനി കൊട്ടിഘോഷിച്ചു. അവർ പറഞ്ഞത് പ്രായപൂർത്തിയാകാത്തതിൻ്റെ പ്രശ്നം പരിഹരിച്ച് വിവാഹം ഞങ്ങൾ നടത്തി കൊടുത്തു എന്നൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ നടത്തി. പക്ഷേ ഇവിടെ കേരളത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പ്രായത്തിൻ്റെ പ്രശ്നമൊന്നും അവർ പരിഗണിച്ചില്ല. പക്ഷേ UP-യിൽ ഒരു ആക്ടിവിസ്റ്റ് പോയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് അവരുടെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തു. അവർ കാര്യമായിട്ട് അന്വേഷിച്ചു. അവരന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണം നടന്നത് മാർച്ച് 11, 2026 അന്ന് 16 years 2 months and 12 days ആയിട്ടുള്ളൂ. അപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രായപൂർത്തിയാകാത്ത കല്യാണമായതുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള വകുപ്പിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ 7 years ഇംപ്രിസൺമെൻറ്റ് അദ്ദേഹത്തിന് കിട്ടാം. മാത്രമല്ല ഇത് പോക്സോയുടെ പരിധിയിലും വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പോക്സോ കേസ് ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ കാര്യം എന്താകും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പ്രശ്നമുള്ളത് MV ഗോവിന്ദൻ്റെയും A റഹീമിൻ്റെയും ശിവൻകുട്ടിയുടെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താകും എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല രവാദ ചന്ദ്രശേഖർ മൊഴി കൊടുക്കാൻ പോകേണ്ടി വരും എന്നങ്ങനെ പറയുന്നു. അപ്പോൾ ഇവരൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ടോ? ഇപ്പം എല്ലാവരും മാറ്റി പറയുന്നുണ്ട്. ഈ ശബരിമലയുടെ കേസ് 19 സീറ്റ് നഷ്ടപ്പെട്ടവർ മാറ്റി പറഞ്ഞതുപോലെ ഇപ്പം ഇവിടെ പ്രശ്നമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും മാറ്റി പറയുന്നുണ്ട്. ഇത് ഒരു മുസ്ലിം യുവാവ് അല്ലെങ്കിൽ മുസ്ലിം പുരുഷൻ, യുവാവാണോന്നറിയില്ല, ഈ പ്രായപൂർത്തിയാകാത്തൊരു ഹിന്ദു പെൺകുട്ടിയെ കിട്ടുമ്പോൾ ഇത്രയും ഉത്സാഹം കാണിക്കുന്ന MV ഗോവിന്ദന്, A റഹീമും ശിവൻകുട്ടിയൊക്കെ ഈ സ്ഥാനത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു, ഒരു കുറച്ച് പ്രായമായ ഒരു ഹിന്ദുവാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഇത്രയും ഇൻട്രസ്റ്റ് എടുക്കുമായിരുന്നോ എന്നുള്ളതാണ് ഇതിലിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. അതാണ് അങ്ങനെ ഒരു വാദം വന്നാൽ എന്തായിരിക്കും നിലപാട്? സമ്മതിക്കില്ല. അതെന്താ? അങ്ങനെയാണ്. കാരണം റാഡിക്കൽ ഇസ്ലാമിന് ചൂട്ടുപിടിക്കുക എന്നുള്ള കലാപരിപാടിയാണ് കേരളത്തിൽ LDFിൻ്റെയും UDFിൻ്റെയും ജീവശ്വാസം പോലെ അവർ കൊണ്ട് നടക്കുന്നത്. ഈ പ്രായവും സംഗതിയൊക്കെ ഇരിക്കട്ടെ, 2 പിള്ളേർ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വരുന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനിലെ പോലീസുകാരോട് പറയുന്നു, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം, ഞങ്ങൾ ഓടി വന്നിരിക്കുകയാണ്, കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ, ഇതെന്ത് ഭ്രാന്താണ്? സാധാരണഗതിയിൽ ഏത് 2 ചെറുപ്പക്കാർ ഓടി പോലീസ് സ്റ്റേഷനിൽ വന്ന്
കല്യാണമാണ്, മറ്റേതാണ്, അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോൾ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ്റെ ഫോൺ നമ്പർ മേടിക്കും. അച്ഛനെയോ അമ്മയോ രണ്ടുപേരുടെയും അച്ഛനെയോ അമ്മയോ കോണ്ടാക്ട് ചെയ്യും. അവിടുത്തെ പോലീസിനെ അറിയിക്കും. ഇങ്ങനെ രണ്ടുപേര് ചാടി വന്നിട്ടുണ്ട്, കല്യാണം കഴിക്കാനാണെന്ന് പറയുന്നു. ഇത് കല്യാണം തന്നെ കഴിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ഇടപെടുമാണ്, വല്ല മോഷണം നടത്തിയിട്ട് പോകുന്നതാണോ, കൊലപാതകമാണ്, എന്താ സംഗതി? ഇവർ ഒരാൾ മഹാരാഷ്ട്രക്കാരനാണ്, മറ്റേവൾ UP-കാരിയാണ്. തലയ്ക്ക് വെളിയുള്ള പോലീസുകാരൻ ആദ്യം ഇത് അന്വേഷിക്കും, ഇവരാര്, എവിടെ നിന്ന് വന്നു, എന്തിനോടി വന്നു. അല്ലാതെ ആരെങ്കിലും രണ്ടുപേര് സിനിജി രണ്ടുപേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയച്ചു നോക്കി കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കേസാണോ? അവരപ്പം തന്നെ ആ ശരി രണ്ടുപേരും മറിയോടെ ഇരിക്കും, വിളിക്കാം. നേരെ ഇയാൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CIയെ വിളിക്കും. സാറേ 2 പിള്ളേർ വന്നിരിക്കുന്നു. അവർ കാര്യം ചെയ്യും, സൂത്രത്തിന് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ മേടിക്കും. എവിടെ നിന്നാണെന്ന് ചോദിക്കുക. അല്ല പെരുമ്പാവൂരാണെന്ന് പറയും. പെരുമ്പാവൂരെന്ന് നമ്പർ മേടിക്കോ, എന്നിട്ട് വിട്ടാൽ മതി. കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ പറയും ഞങ്ങൾ പോവുകയാണ്. എവിടെ പോകാം? അവിടെ ഇരിക്കും, അവിടെ ഇരിക്കുക, അറിയട്ടെ, വിവരമൊക്കെ അറിഞ്ഞിട്ട് പോയാൽ മതി. ഇതാണ് സ്റ്റൈല്. അല്ലാതെ വെറുതെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കല്യാണം നടക്കുമൊന്നുമില്ല. അപ്പം പിന്നെ കാരണം പോലീസുകാർക്കൊരു ഉത്തരവാദിത്തമില്ലേ? സ്റ്റേഷനിൽ ഒരാൾ വന്നിട്ട് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് വിശ്വസിക്കുകയാണ്, അതിന് കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അല്ല ഞങ്ങൾ ആധാർ കാർഡുണ്ട്, ഏത് പോലീസുകാരനും ആധാറൊക്കെ അവിടെ വെക്കി കുഞ്ഞ്, ഞാൻ ആദ്യം നിൻ്റെ അച്ഛനൊന്ന് വിളിക്കണ്ടേ, ആധാറൊക്കെ റേഷൻ കാർഡൊക്കെ ഉണ്ട്, സമ്മതിച്ചു, വരട്ടെ, ഇത് കല്യാണം ഇപ്പം അങ്ങോട്ട് കഴിച്ചില്ലെങ്കിൽ. ഇത് അൺബിലീവബിൾ സ്റ്റോറി. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇവർ വിഷമിച്ചു. കാരണം കൺമുമ്പിൽ അത് കാണാനുമാണ്. ദേ വേർ ടു ഡിഫെൻസീവ് ഓൺ ദാറ്റ് ഇഷ്യൂ. അപ്പോൾ കിട്ടിയൊരു ഇഷ്യൂവിൽ ചാടിക്കേറിയിട്ട് പിടിച്ച് ലവ് ജിഹാദില്ല, പിന്നെ കേരള സ്റ്റോറി എന്ന സിനിമ അവരെ വല്ലാതെ ഡിഫെൻസീവിലാക്കിയ സിനിമ, ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയാനുള്ള ആവേശം. അതുകൊണ്ടാണ് ഈ MV ഗോവിന്ദനുമൊക്കെ അല്ലെ ഗോവിന്ദൻ എന്താ കല്യാണം നടത്തി കൊടുക്കലാണ് പറഞ്ഞത്. ഒന്നുമല്ല, ഈ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ റിയൽ കേരള സ്റ്റോറി. മാധ്യമങ്ങളും അങ്ങ് കൂടി, എൻ്റെ ദൈവമേ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ പിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ എന്തായിരുന്നു ആവേശം, ഭീകരമായ ആവേശം. ലവ് ജിഹാദില്ല, കണ്ടോ, സംഘപരിവാർ അജണ്ട പൊളിഞ്ഞു, സംഘപരിവാർ അജണ്ട പൊളിഞ്ഞു, പിള്ളേർ വഴിയാതെ. ഇപ്പം ആ പെങ്കൊച്ചിനെ കാണാനില്ല, അറിയാം, പെങ്കൊച്ചിനെ കാണാനില്ല. ആ ചെറുക്കൻ എവിടെയോ വണ്ടി കയറിപ്പോയി. അപ്പം അവനെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കുറേ ദിവസമായിട്ട് അവളെ എൻ്റെ കൂടെ ഇല്ല, അവളെ കാണാനില്ല. അല്ല നീ ഇപ്പം എവിടെയാണുള്ളത്? ടക്ക് ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പം എന്ത് സമാധാനം പറയും? ഞാൻ പറയുന്നത് ഈ പ്രായപൂർത്തിയായോ ഇല്ല എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുക. 2 ചെറുപ്പക്കാരുടെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ കളിച്ചത്. അവർക്കോ വിവരമില്ല, ശരി, അവരുടെ പ്രായത്തിൻ്റെ ഇതെന്ന് വയ്ക്കാം. ഇവന് ചെറുക്കന് പ്രായത്തിൻ്റെ ഒന്നുമല്ല, 35 വയസ്സോ മറ്റോ ഉണ്ട്. അതെ, പേടലിക്ക് അടി കൊടുക്കണമെന്ന് ചെറുക്കനെ പിടിച്ചിട്ട് കാരണന്മാർ പൂക്കൃത്തരം കാണിക്കുന്നു. എന്നിട്ട് 8 പൂട്ട് തിരിയാത്ത പെങ്കൊച്ച്, അവളെന്തോ വള വിറ്റു, മാല വിറ്റു എന്ന്. ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയയിൽ കളിയാണ്, റീൽസ് ഉണ്ടാകുന്ന അത് ഇത്. ഇവൻ തന്നെ TV-കാരുടെ മുമ്പിൽ, ഞാൻ യാദൃശ്യമായിട്ടാണ് ഇത് കണ്ടത്. അപ്പം ഇവൻ പറയുകയാണ് അവളുടെ കണ്ണുകൾ കണ്ട് ഞാൻ അവളെ സ്നേഹിച്ചു പോയി, കണ്ണ് കണ്ടിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് നേതാക്കന്മാരെല്ലാം കണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്. നാളെ കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കല്യാണം അതോടെ. ഇതൊക്കെ ഈ പോക്കൃത്തരത്തിനൊക്കെ ഇവന്മാർ കൂട്ടുനീക്കുക, മുക്കാലിയിൽ കെട്ടി അട്ടിക്കണം ഇവരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെമ്മാടിത്തരം കാണിച്ചു. ഞാൻ ഇത് പ്രായപൂർത്തിയായോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല. എൻ്റെ ഒരു ഇത്രയും കാലം കേരളത്തിൽ 7 പതിറ്റാണ്ടിലധികം കേരളത്തിൽ ജീവിച്ച എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, ഈ പ്രായമൊന്നും കുത്തിപ്പൊക്കി ഇനി ചെയ്യേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞില്ലേ, തീരട്ടെ, അവരെ ജീവിക്കാൻ അങ്ങ് വിടുക. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താ, പെങ്കൊച്ചിനെ കാണുന്നില്ല, ചെറുക്കം മുങ്ങി. ഈ കല്യാണം നടത്തി കൊടുത്ത നമ്മുടെ നേതാക്കന്മാരും ഇപ്പൊ കൈയഴുകയാണ്, നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. പിതാവിന്റെ സ്ഥാനത്ത് അവർ പറയുന്നതിനകത്ത് ന്യായമില്ല. ഇപ്പൊ MV ഗോവിന്ദൻ പറയുകയാണ്, ഞാൻ ഒരു കല്യാണം നടക്കുന്നു, എന്നെ അതിൽ ക്ഷണിച്ചോ ഇല്ലേ എന്നുള്ളത് പോട്ടെ, ക്ഷണിക്കാതെയും കല്യാണത്തിന് പോകാം. നമ്മൾ സാറ് കല്യാണത്തിന് പോകുമ്പോൾ കല്യാണ പെണ്ണിന് 18 വയസ്സായോ നോക്കിയിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ സാറിനെ വിളിക്കുന്നു, സാറ് വരും, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും, ഭക്ഷണമൊക്കെ കഴിക്കും, സന്തോഷമായിട്ട് നമസ്കാരം. അല്ലാതെ ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് സാറ് കല്യാണത്തിന് വരുന്നത്.
അത് നോക്കേണ്ട കാര്യമില്ല. അതെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എം വി ഗോവിന്ദനോ എ റഹീമോ മറ്റുള്ളവരോ ഇതിനകത്ത് പ്രതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, കാരണം അവർ പറഞ്ഞു ഞങ്ങളാണ് ഇത് നടത്തി കൊടുക്കുന്നത്, ഇത് റിയൽ കേരള സ്റ്റോറിയാണ്. കാരണം ഇത്തരത്തിൽ സ്നേഹിക്കുന്ന രണ്ട് പേരെ ഒന്നിപ്പിക്കാൻ കേരളം പോലെ മറ്റൊരു സംസ്ഥാനം ഇല്ലെന്നൊക്കെ ഇവർ അവകാശം. അല്ല, അത് ഒരുപാട് അവകാശവാദമൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസ് കോടതിയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ പറയാൻ പോകുന്ന ഇതാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടില്ല, ദേശം അവർ പങ്കെടുത്തു എന്നൊക്കെ ദേശാഭിമാനിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, പ്രായപൂർത്തിയാകാത്തതിന്റെ പ്രശ്നം പരിഹരിച്ച് വിവാഹം നടത്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആണെങ്കിൽ ഈ ചേട്ടന്മാരൊക്കെ കൂടി. അല്ല, ഇപ്പം മൊണാലിസയെ കാണാനില്ല എന്ന് പറയുന്നത് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ കേസ് വീണ്ടും കോംപ്ലിക്കേറ്റ് ആവില്ലേ? അല്ല, ഇപ്പൊ ഇവരെ കൊടുക്കണം എന്ന് മധ്യപ്രദേശ് പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവർ കുടുങ്ങും. അവർക്ക് മൊഴി പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഞാനെപ്പോഴും എൻ്റെ ഒരു സാമൂഹ്യ നിരീക്ഷണം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇതിനിയും ഇട്ടിങ്ങനെ മൂപ്പിക്കാതെ അവരുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അവരെ ജീവിക്കാൻ അനുവദിക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, തീരട്ടെ പരിപാടി, തീരട്ടെ എന്ന് പറയും. പക്ഷേ കാരണം ആരുടെയോ ഒക്കെ വാശി തീരാൻ അല്ലെങ്കിൽ പ്രായപൂർത്തി പോക്സോ കേസിലെ വകുപ്പുകൾ അത് നടപ്പിലാക്കാനായിട്ട് മനുഷ്യരുടെ ജീവിതം തകർത്ത് കളയുന്നു. ഒരുപാട് പോക്സോ നാട്ടിൽ നടക്കുന്നുണ്ട്. പുറത്ത് പറയാൻ വലിയ പ്രയാസം. സാർ, ഞാൻ ഇടപെട്ട ഒരു കേസ് പറയട്ടെ. കടപ്പുറത്താണ്. കടപ്പുറത്ത് ആളില്ലാത്ത സമയം വരും. ആ പെണ്ണുങ്ങൾ മീൻ വയ്ക്കാൻ പോകും, ആണുങ്ങൾ ചീട്ട് കളിക്കാനും പിടിക്കാനും ഒക്കെയാണ്. വീടുകൾ പ്രായമാണ് ഒഴിഞ്ഞു കിടക്കും. 15 വയസ്സുള്ള പെൺകുട്ടി, 14 വയസ്സുള്ള ആൺകുട്ടി, പെൺകുട്ടി ഗർഭിണിയായി. പോക്സോയാണ്, ജുവനയിലാണ്, റേപ്പാണ്, ഇതെല്ലാമാണ്. അതിൽ ഇടാൻ ഇനിയും വകുപ്പൊന്നും ബാക്കിയില്ല. 15ഉം 14ഉം വയസ്സ്, ചെറുക്കന് പ്രായം കുറവാണ്. ഒതുക്കി തീർത്തു. ഞാനും കൂടെ ചേർന്നാണ് ഒതുക്കി തീർത്തത്. കാരണം ജീവിതം മുന്നോട്ട് പോകണ്ടേ. നിങ്ങൾക്ക് പോക്സോ എന്നൊക്കെ ടി വിക്കാരറിഞ്ഞാൽ ആഘോഷിക്കും അങ്ങോട്ട്. മാത്രമല്ല അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും അല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അവരെ നാറ്റിക്കാം, ആ കുടുംബങ്ങളെ നാറ്റിക്കാം, എന്തും ചെയ്യും. 10 മിനിറ്റ് നേരത്തെ എൻ്റർടൈൻമെൻറ്റ് ടി വിക്കാർ മനുഷ്യത്വരഹിതമായ സകല കാര്യങ്ങളും ചെയ്യും. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല, ആ 2 വീട്ടുകാരനെയും 3-4 കാരണവന്മാരും കൂടിയിട്ട് ഈ പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് ഒതുക്കി തീർത്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, അത് പബ്ലിക് ആക്കരുതല്ല. അതുകൊണ്ട് ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോക്സോയുടെ വാശിയോ അതോ ഇതോ എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ ഭാവി തകർക്കുന്നതിന് വലിയ കഥയൊന്നുമില്ല. ഈ ഗോവിന്ദനെ പോലെയുള്ള പൊട്ടന്മാർ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും രാഷ്ട്രീയം കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് ശരിയല്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ പ്രതിരോധത്തിലാണ് ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ. ഓരോ തവണയും കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ ഈശ്വര, ഞാനൊരു നുണയാണല്ലോ പറയുന്നത്, എൻ്റെ അയൽവക്കത്ത് നടന്നതാണല്ലോ, എൻ്റെ കൺമുമ്പിൽ നടന്നതാണല്ലോ. ഇതെല്ലാം ഗോവിന്ദൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു. റഹീമിന് ഇതൊന്നുമില്ല, അത് വേറൊരു കാറ്റഗറിയാണ്. ഗോവിന്ദൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കിടന്ന് കുത്തും, ശിവൻകുട്ടിയുടെ ഉള്ളിൽ ഇതിങ്ങനെ കുത്തും. അപ്പോഴാണ് ഇങ്ങനൊരു സാധനം കിട്ടുന്നത്. ഓ, ആശ്വാസമായി, ഒരു കൗണ്ടർ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചതാണ്. ഇനിയിപ്പോൾ അനുഭവിക്കട്ടെ. അല്ലെ, മധ്യപ്രദേശ് സർക്കാർ അല്ലെ മധ്യപ്രദേശ് പോലീസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ പല നേതാക്കൾക്ക് ഒളിവിൽ പോകേണ്ട ഒരു അവസ്ഥയും കൂടി വരും. വളരെ നിർണായക. കാരണം പെൺകുട്ടിയെ കാണാനില്ല, കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ആള് മിസ്സിംഗ് ആണ്. ഇത് രണ്ടുകൂടെ കൂട്ടി വായിച്ചാൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഡെഡ് ബോഡിയാണ് കിട്ടുന്നതെങ്കിൽ കാര്യങ്ങൾ ആ കുഴഞ്ഞു പറയില്ലേ. ഏതായാലും മൊണാലിസയും ഫർമാൻ അലിയും ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ എം വി ഗോവിന്ദനും എ റഹീമും ശിവൻകുട്ടിയൊക്കെ ഈ പണിക്കിന് മേലിൽ നടക്കും. ഇങ്ങനത്തെ കളികൾക്ക് നടക്കരുതെന്ന് മാത്രമേ അവർക്ക് പറയാം. അല്ല, ഇത് ഈ നവോത്ഥാനം പോലീസ് സ്റ്റേഷനിലൂടെ ഒന്നും നടപ്പാക്കാൻ പറ്റില്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. ചാടി വരുന്ന പെണ്ണോ അല്ലെങ്കിൽ ചാടിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെയോ ഒക്കെ വെച്ച് ഉടനെ അങ്ങോട്ട് കല്യാണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ഡയർ കോൺസിക്വൻസസ്. അതായത് മനസ്സിലാക്കണ്ട.